ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആമിക്കുട്ടിൻ്റെ മുടി മൊട്ടയടിക്കാനായിട്ട് പോകാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോകാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലേക്കാണ്. ഇരിക്കൻകുടി മാരിയമ്മൻ ക്ഷേത്രം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ വിരുദുനഗർ ജില്ലയിൽ സാത്തൂരിന് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായൊരു ദേവീക്ഷേത്രമാണിത്. വണ്ടി പാർക്ക് ചെയ്ത് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ആചാരം നമ്മൾ കണ്ടത്. ഇത് അവിടുത്തെ ഒരു ആചാര രീതിയാണ്. ഇതിൻ്റെ പേര് തീച്ചട്ടി എന്നാണ്. അർജുന, വൈപ്പാർ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം രോഗശാന്തി, ആഗ്രഹസാധ്യം ചെയ്യുന്ന ദേവിയാണ് മാരിയമ്മ എന്നാണ് ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ ആമിയെ കൂട്ടി നമ്മൾ വരാനുള്ള കാരണം 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളിവിടെ ഒരു നേർച്ച പറഞ്ഞിട്ട് പോയി, ഞങ്ങൾക്കുണ്ടാകുന്ന കുട്ടിയുടെ ജന്മമുടി നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്ന് എടുക്കാമെന്ന്. അങ്ങനെയാണ് ആമിയും കൂട്ടി നമ്മൾ പോരുന്നത്. അങ്ങനെ നമ്മൾ കടകളൊക്കെ കണ്ടിങ്ങനെ നടന്നു പോവുകയാണ്. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാറായിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം നമ്മൾ എന്താണോ നേർച്ച പറഞ്ഞത് അത് വന്ന് ചെയ്യുക ദേവിക്ക് മുമ്പിൽ. അങ്ങനെ മുടി മൊട്ടയടിക്കുന്ന സ്ഥലത്തെത്തി. മുടിയൊക്കെ മൊട്ടയടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആമിക്കുട്ടനെ കാർട്ടൂൺ വെച്ച് കൊടുത്ത ശേഷമാണ് ഇരുന്നത്. കാർട്ടൂൺ കാണുന്ന സന്തോഷത്തിൽ മുടിയൊന്നും തലേന്ന് പോകുന്നത് ആമി അറിയുന്നില്ല. അങ്ങനെ മൊട്ടയടിച്ച് തീരാറായപ്പോഴത്തേക്ക് നമ്മൾ ഫോണ് കയ്യിൽ നിന്ന് വാങ്ങി. അന്നേരമാണ് ആമി അറിയുന്നത് എൻ്റെ മുടി എവിടെ പോയി എന്ന്. അപ്പം തന്നെ എന്നോട് എടുക്കാൻ പറഞ്ഞു. എല്ലാവരും അവിടെ കൂടി നിന്ന് ഈ കുട്ടി മാത്രം എന്താ കരയാതെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കുക. അങ്ങനെ ആമിക്കുട്ടിൻ്റെ മുടിയൊക്കെ മൊട്ടയടിച്ചു. ഇവിടുത്തെ ആചാരപ്രകാരം മുടി മൊട്ടയടിച്ച് കുളിച്ച് പുതിയ ഡ്രസ്സ് ഇട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാനായിട്ട്. ഇനി നമ്മൾ പോയി കുളിക്കണം. ആമിക്കുട്ടിനെ കൊണ്ടുപോയി കുളിപ്പിക്കണം. ആമി തലയിലൊക്കെ തൊട്ട് നോക്കുന്നുണ്ട് മുടി എന്ത് ചെയ്യുന്നു. അങ്ങനെ ആമിയെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നു. കുളിപ്പിച്ചതിന് ശേഷം പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു. ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് ഫോൺ അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.